ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെയും സുധീഷിന്റെയും ഡിവോഴ്സ് കഴിഞ്ഞെന്നിറങ്ങി സന്തോഷത്തോടുകൂടി നിധിയെ കാണാനായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് രാജീവും ഹേമയും. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് നിധിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണെന്ന് പറയുകയാണ് രാജീവും ഹേമയും. നിധി അവരുടെ ഒപ്പം പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞാണ് നിധിയെയും കൂട്ടിക്കൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നത്. നിധി തിരിച്ച് കിളിക്കൂട്ടിലേക്ക് വരുമോ എന്ന് ഭയന്നിരിക്കുകയാണ് സുധീഷ്. നിധി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞ് സുധീഷിനെ സമാധാനിപ്പിക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധിയെയും കൂട്ടി ഒരു ക്ഷേത്രത്തിലേക്ക് വരികയാണ് രാജീവും ഹേമയും. തൊഴുതു പ്രാർത്ഥിച്ചതിനു ശേഷം അവർ അവിടേക്കിരുന്ന് സംസാരിക്കുകയാണ്. നിധിയുടെ ചെറുപ്പത്തിൽ ക്ഷേത്രങ്ങളിൽ പോയ കാര്യമൊക്കെ രാജീവ് പറയുമ്പോൾ നിധി പറയുകയാണ്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടച്ചാ. അല്ല, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞേ? ഇത് കേട്ട് ഹേമ പറയുകയാണ്, ഞങ്ങൾ നിന്നോട് സംസാരിക്കില്ലെന്ന് കരുതി നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാന്ന് വിചാരിക്കരുത്. എല്ലാ ദിവസവും ഞങ്ങൾ നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട്. നീയാ ഞങ്ങളെ മറന്നത്. ഇത് കേട്ട് നിധി പറയുകയാണ്, ഞാൻ ആരെയും മറന്നിട്ടില്ലമ്മേ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദിവസവും ഓർക്കാറുണ്ട്. എന്ന് ഞാൻ പറയുന്നത് കേൾക്കാതെ എന്റെ കല്യാണം ഫിക്സ് ചെയ്തോ അന്ന് മുതലേ നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് പേടിയായി. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാതായി. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അതൊക്കെ വിടുമോളെ, എല്ലാം പഴയ കഥയല്ലേ, ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? നിധി ചോദിക്കുന്നു, അച്ഛാ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് എന്റെ ഡിവോഴ്സിന്റെ കാര്യം? അപ്പൊ രാജീവ് പറയുകയാണ്, അറിഞ്ഞു. അച്ഛൻ മോളുടെ അടുത്തില്ലെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ താങ്ങി പിടിക്കാൻ ഈ അച്ഛൻ നിന്റെ മുന്നിൽ വന്നു നിൽക്കും. ഇന്നും അതിനുവേണ്ടി തന്നെയാ വന്നത്. ഇപ്പം ഡിവോഴ്സായി, ഇതെല്ലാം നിന്റെ തീരുമാനം തന്നെയായിരുന്നു. ഇനി ഞങ്ങളുടെ കൂടെ വരാൻ മോൾ എന്തിനാ മടിക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഇല്ലച്ച ഞാൻ വരില്ല. അതെന്താന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കാണ്, ഡിവോഴ്സ് മേടിച്ചിട്ട് നീ എന്തിനാടി ആ വീട്ടിൽ താമസിക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ആ വീട്ടില് എനിക്ക് ഒരു പ്രശ്നമില്ലമ്മ. ഇത് കേട്ട് ഹേമ ചോദിക്കാണ്, പ്രശ്നമില്ലെന്നോ? പിന്നെ എന്തിനാടി നീ ഡിവോഴ്സ് മേടിച്ചേ? പറയടി. രാജീവ് പറയുന്നു, ഹേമേ നീ മിണ്ടാതിരിക്കെ. ദേ നോക്കുമോളെ, എന്ത് കാരണം കൊണ്ടാണ് നീ ഡിവോഴ്സ് മേടിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡിവോഴ്സായി. ആ വീട്ടിലെല്ലാവരും ആണുങ്ങളാ. നിന്നെ ഞാൻ എങ്ങനാ അവിടെ ആക്കിയിട്ട് പോവുക? അപ്പൊ നിധി പറയുകയാണ്, അച്ഛ അവരെല്ലാവരും നല്ലവരാ. ഇത് കേട്ട് രാജീവ് പറയുന്നു, അവര് നല്ലവരായിക്കോട്ടെ, ഒരു ബന്ധവും ഇല്ലാതെ നീ എന്തിനാ അവിടെ താമസിക്കുന്നത്? നിനക്ക് വീടില്ലേ? നിന്റെ അച്ഛനും അമ്മയില്ലേ? മോള് ഞങ്ങളുടെ കൂടെ തക്കലയിലേക്ക് വാ, അച്ഛൻ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അപ്പൊ നിധി പറയണ, ഇല്ലച്ച ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ജോലി അന്വേഷിച്ച് കമ്പനികൾ കയറി ഇറങ്ങി. എനിക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ നന്നായി പെർഫോം ചെയ്ത് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു ചെറിയ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ വന്നാൽ ശരിയാകുമോ അച്ഛാ? എനിക്കതിന് സമ്മതമല്ല. ഇത് കേട്ട് രാജീവ് പറയാണ്, നീ പറയുന്നതിനെക്കാട്ടിലും വലിയൊരു കമ്പനി മോൾക്ക് വേണ്ടി ഞാൻ തുടങ്ങും. ഇത് കേട്ട് നിധി പറയുന്നു, ഇല്ലച്ച ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രോജക്റ്റുകൾ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ജോലികൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പാതി വഴിയിലാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ. ഇത് ഓൺലൈനായി ചെയ്യുന്ന ജോലിയല്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലയന്റിനെ കാണണം, സൈറ്റിൽ പോണം. എവിടെയെങ്കിലും പോയിരുന്ന ജോലി ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന കാര്യമല്ലച്ചാ. ജോലി എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാലോ. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് കേട്ട് രാജീവ് ആലോചിച്ചിരിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, രാജീവ് ഏട്ടാ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അപ്പൊ രാജീവ് പറയുകയാണ്, ഹേമേ അവള് പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ നിന്നല്ലേ ശരിയാകൂന്നല്ലേ പറയുന്നേ. അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ. പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പാതി വഴിയിൽ നിർത്തിയിട്ട് വരാൻ പറ്റുമോ? ശരി മോളെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാം. ഇത് കേട്ട് നിധി ടെൻഷനോടുകൂടി അവരെ നോക്കുമ്പോൾ ഹേമ ചോദിക്കാണ്, രാജീവേട്ടാ നമ്മൾ എങ്ങനെ തിരുവനന്തപുരത്ത് താമസിക്കുക? അപ്പൊ രാജീവ് പറയുകയാണ്, താമസിച്ചാൽ എന്താ, മോളുടെ ആഗ്രഹത്തിനല്ലേ, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. എന്താ മോൾ ആലോചിക്കുന്നത്? ഞങ്ങൾ മോളുടെ കൂടെ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ജോലി തന്നെ തുടരാം. അങ്ങനെ ചെയ്താൽ മോൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ നീ ഞങ്ങളുടെ കൂടെ വരില്ലേ? അച്ഛ അതെന്ന് പറഞ്ഞ നിധി മടിച്ചിരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യണമെന്ന് പറയുന്നു. ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നില്ല മോളെ. മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ ജോലി ചെയ്യാം. ഞങ്ങൾ മോളുടെ കൂടെ തന്നെ തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് താമസിച്ചോളാം. ഇനി മോൾ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നത്? മോളുടെ അച്ഛനും അമ്മയും മോളുടെ കൂടെ ഇല്ലേ? എന്തിനാ ഒരു ബന്ധം ഇല്ലാത്ത അവരുടെ വീട്ടിൽ മോള് താമസിക്കുന്നത്? അതല്ല അച്ഛാന്ന് നിധി പറയുമ്പോൾ ഹേമ ചോദിക്കണ, എന്താ ഇനി ആ വീട്ടിൽ താമസിക്കാൻ എന്ത് കാരണം പറയണമെന്ന് ആലോചിക്കുകയാണോ? ഇത് കിട്ടിയ രാജീവ് പറയുകയാണ്, ദേ നോക്ക് നിധി, ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. മോള് ഡിവോഴ്സ് മേടിച്ചു. ആ വീട്ടില് 5 ആണുങ്ങളുണ്ട്. നാട്ടിൽ ഒരാൾ പോലും അവരെ കുറിച്ച് നല്ലത് പറയാറില്ല. ഇത് കിട്ടിയ നിധി പറയുകയാണ്, അതൊക്കെ വെറുതെയാണച്ചാ. ഞാൻ ആ വീട്ടിൽ 1 വർഷമായിട്ട് താമസിക്കുകയല്ലേ, എനിക്കറിയാം അവരെ പറ്റി. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, നീ താമസിച്ചത് മതിയെന്നാ മോളെ ഞാൻ പറഞ്ഞത്. നാട്ടുകാര് പറയുന്നത് പോലെ അല്ലാതെ അവര് നല്ലവരായിക്കോട്ടെ, പക്ഷെ മോൾ ഇനി അവിടെ താമസിക്കാൻ കാരണങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നീ അവരോട് സംസാരിക്കരുത്, അവര് വന്ന് നിന്നെ കാണരുത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ വീട്ടിൽ താമസിക്കേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നീ ആഗ്രഹിച്ചതെല്ലാം നമ്മൾ
നമ്മുടെ വീട്ടിൽ താമസിച്ചോണ്ട് ചെയ്. ഞങ്ങള് മോൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു വീടെടുക്കാം. നമ്മുടെ ബിസിനസ് എല്ലാം നിന്റെ ചേട്ടൻ നോക്കിക്കോളും. ഞങ്ങള് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസിക്കും. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഞാനൊരു വീട് അറേഞ്ച് ചെയ്തോളാം. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക്? പറ മോളെ. പ്രശ്നം ഉണ്ടെങ്കിൽ പറ, അതും ശരിയാക്കാം. നിധി ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, നിധി അച്ഛൻ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണോന്നാ നീ ആഗ്രഹിക്കുന്നത്? എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നിനക്ക് വേണ്ടി വരാമെന്ന് പറയുന്നു. ശരിയെന്ന് പറ നിധി, നീ ഒന്ന് സമ്മതിക്ക്. ഇത് കേട്ട് നിധി ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് നിധിയെ കാണാതെ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുധീഷ്. എല്ലാവരും തൊട്ടരികിലുണ്ട്. സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, നിധി ഇങ്ങി വരും. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കോ? ഈ സമയം വണ്ടിയിൽ അവിടേക്ക് വരികയാണ് രാജീവും ഹേമയും നിധിയും. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അവര് വന്നു. സുഭാഷ് പറയുന്നു, വാ സർ, വാ ഇരിക്ക്. ഇത് കേട്ട് രാജീവും ഹേമയും അവിടേക്ക് ഇരിക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി. സുധീഷും ടെൻഷനോടുകൂടി നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ രാജീവ് പറയുന്നു, മോളെ ഞാൻ സംസാരിക്കാം, മോള് പോയി എല്ലാം പാക്ക് ചെയ്യാം. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, പാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവൾ എന്തിനാ പാക്ക് ചെയ്യുന്നത്? അപ്പൊ രാജീവ് പറയുകയാണ്, നിധിയെ ഞങ്ങള് കൂട്ടിക്കൊണ്ട് പോകുക. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിധിയെ നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിന് നിധിയെ കൂട്ടിക്കൊണ്ട് പോകണം? അപ്പൊ ഹേമ പറയുകയാണ്, അവള് തന്നെ വരാന്ന് പറഞ്ഞു, പിന്നെ നിനക്കെന്താ പ്രശ്നം? ഇത് കേട്ട് രാജീവ് പറയുന്നു, ഹേമേ ഒന്ന് മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കുകയല്ലേ. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ അവര് വിളിച്ച ഉടനെ പോകാൻ തീരുമാനിച്ചോ മോള്? ഈ വീട് വിട്ട് പോവുകയാണോ മോള്? മോളെ നിധി ഇവര് മോക്ക് വേണ്ടി ചെയ്തതെല്ലാം മറന്നോ? അപ്പൊ ഹേമ പറയണ, ഞങ്ങൾ അവൾക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ. അവക്ക് ഏതാ നല്ലത് ഏതാ ദോഷമുള്ള കാര്യമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ രാജീവ് പറയുകയാണ്, ദേ നോക്ക്, ഞങ്ങൾ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. നിധിയുടെയും സുധീഷിന്റെയും കല്യാണം ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചതും ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നിധി ഇവിടെ താമസിക്കൂ, ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പ്രശ്നത്തിനൊന്നും വരാതിരുന്നത്. ഇപ്പൊ അവള് തന്നെ ഈ ജീവിതം ഇഷ്ടപ്പെടാതെ ഡിവോഴ്സ് മേടിച്ചു. ഡിവോഴ്സിന് മുമ്പ് അവൾ ഈ വീട്ടിൽ താമസിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. നിധി സുധീഷിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ താമസിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോ നിധി ഞങ്ങളുടെ മകളാ, അത്രേ ഉള്ളൂ. നിധി വിചാരിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പോകാമായിരുന്നു. എന്തോ അവൾ അത് ചെയ്തില്ല. ഇത് കേട്ട് ഹേമ ചോദിക്കാണ്, എന്താ രാജീവേട്ട പഴയ കഥയൊക്കെ പറയുന്നേ? ദേ നോക്ക്, ഡിവോഴ്സ് കഴിഞ്ഞു, ഇനി എന്തിനാ ഇത്രയും ആണുങ്ങൾ താമസിക്കുന്ന വീട്ടില് എന്റെ മകള് തനിച്ചിവിടെ താമസിക്കുന്നേ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അമ്മേ എന്താ ഇത്? ഭാസ്കരൻ ചോദിക്കുന്നു, 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലല്ലേ ഇത്രയും കാലവും നിങ്ങളുടെ മകൾ ജീവിച്ചത്? ഞങ്ങൾ അവളെ നന്നായി നോക്കിയില്ലേ? എന്തെങ്കിലും കുറവുണ്ടായോ? നിങ്ങളുടെ മകളോട് തന്നെ ചോദിക്ക്. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അയ്യോ ഞങ്ങൾ അതില് ഒരു കുറവും പറയുന്നില്ല. നിധി നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും നാളും ഞങ്ങളുടെ മകളെ നന്നായി നോക്കിയതിന് നന്ദിയുണ്ട്. മോളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? പോയി ഡ്രസ്സൊക്കെ എടുത്തു വെക്ക് പോ. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് എല്ലാവരെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധി റൂമിലേക്ക് പോവുകയാണ്. നികേഷും സുധീഷും കണ്ണു നിറഞ്ഞ് നിധിയെ തന്നെ നോക്കുന്നു. നിധിയെ തടയാനാകാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷും ഭാസ്കരനും ഹരീഷും. റൂമിലേക്ക് വന്ന നിധി പൊട്ടിക്കരയുകയാണ്. രാജീവ് പറയുന്നു, ഞങ്ങളുടെ മകളെ ഞങ്ങള് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്കും അറിയാം. എന്റെ ഭാര്യ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടില് ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് മേടിച്ചതിന് ശേഷവും ആ വീട്ടിൽ തന്നെ താമസിച്ച നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. അതാ പെണ്ണിന്റെ ഇഷ്ടം അല്ലേന്ന് ഭാസ്കരൻ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നിധിക്ക് ഇഷ്ടം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഇല്ല നിധി ഉറപ്പായും വരാമെന്ന് പറഞ്ഞു കാണില്ല, നിങ്ങള് നിർബന്ധിച്ചു കാണും. അപ്പൊ രാജീവ് പറയുകയാണ്, ഞങ്ങള് നിർബന്ധിച്ചിട്ടൊന്നും ഇല്ല സുധീഷേ, ഏതാ ശരി ഏതാ തെറ്റെന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ രാജീവ് സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് പറയുന്നു, സുഭാഷെ ഇത്രയും നാളും എന്റെ മകളെ നന്നായി നോക്കി. എന്റെ മകള് സ്വന്തം ആങ്ങളെയായിട്ടാ സുഭാഷിനെ കാണുന്നത്. അവളുടെ സ്വന്തം ചേട്ടനെ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെയാണ് സുഭാഷിനെ കാണുന്നത്. നിങ്ങളെ എല്ലാവരെ കുറിച്ചും അവള് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ണീര് തുടിച്ച് സുഭാഷ് പറയുന്നു, നിധിയെ. അപ്പൊ തടഞ്ഞുകൊണ്ട് രാജീവ് പറയുകയാണ്, പേടിക്കണ്ട, നിധിയെ ഞാൻ തക്കലയിലേക്കൊന്നും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഏതോ പുതിയ കമ്പനി തുടങ്ങി അവിടെ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരാം. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന വീടിന്റെ അഡ്രസ്. അങ്ങനെ സുഭാഷിന്റെ കയ്യിലേക്ക് അഡ്രസ് കൊടുക്കുകയാണ് രാജീവ്. ശേഷം രാജീവ് പറയുന്നു, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിധിയെ കാണാൻ വരാം. നിധിക്കും നിങ്ങളെ കാണാൻ ഇവിടെ വരാം. ആരും ആരുടെയും ശത്രു ഒന്നും അല്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, സാറ് പറയുന്ന ന്യായമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിധി ഞങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയായി മാറി. സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് ഈ വീട്ടിലൂടെ എന്റെ പിന്നാലെ നടക്കും. ഇതൊരു വീടായിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ മകളാണ് സർ. പെട്ടെന്ന് നിധി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിധി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും അപ്പൊ രാജീവ് പറയുകയാണ്, ചായയോ കാപ്പിയോ കുടിക്കുന്നുണ്ടോന്ന് ഞങ്ങൾ വന്നപ്പോ ചോദിച്ചായിരുന്നു, പക്ഷെ കഴിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അയ്യോ സാർ ക്ഷമിക്കണം, കഴിക്കാൻ എടുക്കട്ടെ. പുഞ്ചിരിച്ച് രാജീവ് പറയുകയാണ്, അതിനുവേണ്ടിയാ സുഭാഷെ ചോദിച്ചേ, യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും, നല്ല വിശപ്പുണ്ട്. എന്താ രാജീവേട്ട ഇതെന്ന് ഹേമ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഹേമേ സുഭാഷ് നന്നായിട്ട് പാചകം ചെയ്യും, ഹേമയൊന്ന് കഴിച്ചു നോക്ക്, അപ്പൊ അറിയാം. അപ്പൊ സുഭാഷ് പറയുകയാണ്, ക്ഷമിക്കണം ഞാനത് ചോദിക്കേണ്ടതായിരുന്നു. സുധീഷ് പതിയെ
ഹരീഷിനോട് പറയുന്നു ആ ഭക്ഷണത്തിൽ കുറച്ച് വിഷം കൂടി കലക്കി കൊടുക്ക്. അപ്പൊ ഹരീഷ് പറയുന്നു സുധീഷേട്ടാ ചുമ്മാതിരിക്കെ. സുഭാഷും നികേഷും അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. ഹേമ ഭക്ഷണം കഴിക്കാൻ മടിച്ചിരിക്കുമ്പോൾ രാജീവ് പറയുന്നു ഹേമേ കഴിക്ക്. രാജീവും ഹേമയും ഭക്ഷണം കഴിക്കുമ്പോൾ നികേഷ് പതിയെ നിധിയുടെ റൂമിന്റെ അരികിലേക്ക് വരികയാണ്. വാതിലിൽ ചാരി നിന്ന് പൊട്ടിക്കരയുകയാണ് നിധി. എല്ലാവരും അവിടെ ഇരിക്കുന്നത് കൊണ്ട് അകത്തേക്ക് പോകാൻ നികേഷിന് പറ്റുന്നില്ല. തുടർന്ന് നിധി കരഞ്ഞുകൊണ്ട് ബാഗിലേക്ക് തന്റെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കുകയാണ്. ശേഷം നിധി ബാഗൊക്കെ അവിടേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു മോളെ നിധി കഴിക്കാൻ എടുക്കട്ടെ. അപ്പൊ നിധി പറയണ വേണ്ട സുഭാഷേട്ടാ. അപ്പൊ സുഭാഷ് പറയണ മോള് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, മോളിരിക്കെ ഞാൻ പോയി ഭക്ഷണം എടുത്തോണ്ട് വരാം, കഴിച്ചിട്ട് പോയാ മതി. അങ്ങനെ നിധിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ് സുഭാഷ്. നിധി അത് വാങ്ങിച്ച് കഴിക്കാനാകാതെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കണ്ടു നിറങ്ങി നിൽക്കുകയാണ് സുഭാഷും സുധീഷും നികേഷും എല്ലാം. സുധീഷ് ചോദിക്കുന്നു നിധിയുടെ ഇഷ്ടത്തിന് ഇവരുടെ ഒപ്പം പോകുന്നതാണോ അതോ അവര് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നതാണോ? ഭീഷണി ഒന്നും അല്ല സുധീഷ് എന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ് നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞു, ഇനി എന്റെ മകളോട് നിങ്ങൾക്ക് അധികാരത്തോടു കൂടി ഒന്നും പറയാൻ പറ്റില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ രാജീവ് പറയുന്നു ഹേമേ നീ ഒന്നും മിണ്ടാതിരിക്കെ, തെറ്റിദ്ധരിക്കരുതേ സുധീഷെ, അവളുടെ സ്വഭാവം അറിയാലോ. സുധീഷ് ഹരീഷിനോട് പറയുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവര് വരുന്നതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇപ്പൊ കണ്ടോ നിധിയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്നത്. തുടർന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിധി അവിടേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു അപ്പൊ നമുക്ക് ഇറങ്ങാം മോളെ, ഞങ്ങള് കാറിലിരിക്കാം, മോളെ എല്ലാവരോടും പറഞ്ഞിട്ട് വാ. ഹേമേ ബാഗ് എടുക്ക്. നിധിയുടെ ബാഗ് എടുത്ത് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കാറിലേക്ക് പോയിരിക്കുകയാണ് രാജീവും ഹേമയും. കണ്ടു നിറങ്ങിയ നിധി പറയുന്നു സുഭാഷേട്ടാ ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞ കാര്യമൊക്കെ അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. അവർ ഇത്രയും ദൂരം വന്ന് ഞാൻ അവരുടെ കൂടെ ചെല്ലണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ കാരണങ്ങളൊന്നുമില്ല സുഭാഷേട്ടാ. എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരും തിരുവനന്തപുരത്ത് തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു, ജോലി ചെയ്യണമെന്ന് പറഞ്ഞു, അതിനും ഓക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല സുഭാഷേട്ടാ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ശരിയാകില്ലേ സുഭാഷേട്ടാ? സുഭാഷ് പറയണ മോളില്ലാതെ ഞങ്ങൾ എങ്ങനെ ഇവിടെ കഴിയുമെന്ന് അറിയില്ല. കരഞ്ഞോണ്ട് നിധി പറയണ ഞാൻ അധിക ദൂരത്തേക്കൊന്നും അല്ല പോകുന്ന സുഭാഷേട്ടാ, അടുത്ത് തന്നെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങളെ എല്ലാവരെയും കാണാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, നിങ്ങളും അങ്ങോട്ട് വരണം. അച്ഛൻ അഡ്രസ്സ് തന്നില്ലേ? ഇത് കേട്ട് സുഭാഷ് പറയുന്നു അഡ്രസ്സ് തന്നു മോളെ, മോള് വിഷമിക്കരുത്. നിധി കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ്. കണ്ടു നിറങ്ങിയ നിധിയെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. സുധീഷും ഹരീഷും നികേഷും കണ്ടു നിറങ്ങിയ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. നികേഷിന്റെ അരികിലേക്ക് വന്ന് കണ്ണീര് തുടച്ചുകൊണ്ട് നിധി പറയുന്നു കരയരുതേ, ഞാൻ ഇവിടേക്കും പോകുന്നില്ല, അടുത്ത് തന്നെയുണ്ട്. ഹരീഷെ ഞാൻ ഇറങ്ങട്ടെ. ഇത് കേട്ട് ഹരീഷ് കണ്ണു നിറങ്ങി തലയാട്ടുമ്പോൾ കരഞ്ഞുകൊണ്ട് സുധീഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി. സുധീഷ് കരഞ്ഞുകൊണ്ട് നിധിയോട് പറയുന്നു നിധി ഒരു മിനിറ്റ് ഒന്ന് വരുമോ, എനിക്ക് സംസാരിക്കാനുണ്ട്, ഒന്ന് വാ നിധി എന്ന് പറഞ്ഞ് നിധിയുടെ റൂമിലേക്ക് പോവുകയാണ് സുധീഷ്. നിധി കരഞ്ഞുകൊണ്ട് സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു നിധി എന്താ നടന്നത്? അപ്പൊ നിധി പറയുകയാണ് നടന്നതെല്ലാം സുധീഷും കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പൊ സുധീഷ് ചോദിക്കണം എനിക്ക് 6 മാസത്തെ സമയം തന്നിട്ട് നീ ഇപ്പം അവരുടെ കൂടെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രണയം ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കിപ്പിക്കും? അപ്പൊ നിധി പറയുകയാണ് സുധീഷ് അവര് ചോദിച്ച ഒരു ചോദ്യത്തിനും എന്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. ഡിവോഴ്സ് ആയതിനു ശേഷവും നീ എന്തിനാ ഇവിടെ താമസിക്കുന്നതെന്ന് അവര് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ മറുപടി ഒന്നുമില്ല. അങ്ങനെ 1008 ചോദ്യങ്ങളാ ചോദിക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ നീ എവിടെ താമസിക്കണമെന്നുള്ളത് നിന്റെ തീരുമാനമല്ലേ നിധി? അപ്പൊ നിധി പറയണ അവരാരും എന്റെ ശത്രുക്കളല്ല സുധീഷ്, എന്റെ അച്ഛനും അമ്മയാ. അവരോട് വഴക്കിട്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കുകയുള്ളൂ എന്ന് പറയാൻ എന്റെ കയ്യിൽ ഒരു പോയിന്റും ഇല്ല. അപ്പൊ സുധീഷ് പറയണ നിധി എനിക്ക് തോന്നുവാ അവരെന്തോ ഒരു പ്ലാനുമായിട്ട് വന്നതെന്ന്. ഇത് കേട്ട് നിധി പറയുന്നു ഞാൻ തക്കലയിലേക്ക് പോകുന്നില്ല, തിരുവനന്തപുരത്ത് തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ചു ദിവസം അവരുടെ കൂടെ ജീവിക്കട്ടെ, അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാകുമല്ലോ ഇതവരുടെ പ്ലാൻ ആണോ ജെനുവിനായിട്ടുള്ള പെരുമാറ്റമാണോ എന്ന്. ഇത് കേട്ട് സുധീഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ സുധീഷിനോട് പറഞ്ഞ ഒരു കാര്യവും മറന്നിട്ടില്ല. സുധീഷ് തന്ന 6 മാസം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും സുധീഷിനെ വിട്ടു പോകില്ല, വിഷമിക്കരുത്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കരങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ കണ്ടു നിറങ്ങി നോക്കി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് പുറത്തിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു ഞാൻ പോയിട്ട് വരാച്ച, ശരീരം ശ്രദ്ധിക്കണം. കണ്ടു നിറങ്ങിയ ഭാസ്കരൻ പറയുന്നു ശ്രദ്ധിക്കാം മോളെ. എല്ലാവരെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധി കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ഓടി വരികയാണ് സുധീഷ്. സുധീഷിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധി കാറിന്റെ അരികിലേക്ക് നടന്നു പോവുകയാണ്. സുധീഷ് ഉറക്കെ നിധി എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് വളരെ വിഷമത്തോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഹേമയുടെയും രാജീവിന്റെ ഒപ്പം കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് നിധി. ഇത് കണ്ട് തകർന്നു നിൽക്കുകയാണ് സുധീഷും കിളിക്കൂട്ടിലുള്ള എല്ലാവരും. തുടർന്ന് അകത്തേക്ക് കയറി വന്ന സുധീഷ് മുന്നിലിരിക്കുന്ന കസേര ദേഷ്യത്തോടുകൂടി കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമ്പോൾ സുധീഷ് എന്ന് വിളിക്കുകയാണ് സുഭാഷ്. അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ അയാൾ എന്തോ പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ സംസാരിച്ച നിധിയെ കൂട്ടിക്കൊണ്ടുപോയെന്ന് കണ്ടില്ലേ? നിധി ഇവിടെയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. അവൾ ഇവിടുന്ന് പോയാൽ ഞാൻ എങ്ങനെ എന്റെ പ്രണയം അവളെ അറിയിക്കും? എന്റെ ജീവിതം തീർന്നു. ഇത് കേട്ടുകൊണ്ട് അകത്തേക്ക് കയറിയെന്ന ഭാസ്കരൻ പറയുന്നു അതേടാ നിന്റെ ജീവിതം തീർന്നു. ഒരു മനുഷ്യന് ഒരു തവണയെ അവസരം കിട്ടും, അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിയാതെ ഇങ്ങനെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ? ആ കുട്ടിയുടെ അടുത്ത് കള്ളങ്ങൾ മാത്രമല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ കള്ളത്തരം എല്ലാം മനസ്സിലാക്കി അവള് നിന്നെ വെറുത്തില്ലേ? അവളുടെ അച്ഛനും അമ്മയും വന്ന് കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല, ഞാൻ സുധീഷിന്റെ കൂടെ താമസിക്കുകയുള്ളൂ എന്ന് അവൾക്ക് പറയാൻ പറ്റിയോ? എന്തുകൊണ്ട്? ഡിവോഴ്സ്
കഴിഞ്ഞു. ഇനി അവൾ എന്ത് കാരണത്തിന്റെ പേരിൽ ഇവിടെ നിൽക്കും? ദൈവം നിനക്ക് തന്ന അവസരങ്ങളെല്ലാം നീ ഫുട്ബോൾ പോലെ തട്ടിത്തെറിപ്പിച്ചില്ലേ? നിധിയെ നീ മറന്നേര്. ഇനി അവൾ ഇങ്ങോട്ട് വരില്ല. ഇത് കിട്ടിയ ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കണ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ വിഷമത്തിലിരിക്കുമ്പോൾ എന്നെ വെറുപ്പിക്കുകയാണോ? നിങ്ങൾ വലിയ യോഗ്യനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്റെ സുധീഷ് എന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് വന്ന് കയ്യിലേക്ക് പിടിക്കുമ്പോൾ വീട് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുഭാഷെ പിടിച്ചു തള്ളുകയാണ് സുധീഷ്. സുഭാഷ് താഴേക്ക് വീഴുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ഹരീഷ് ചോദിക്കുന്നു, എടാ നിനക്ക് വിവരമില്ലേ? എന്താടാന്ന് ചോദിച്ച് ഹരീഷിനെ പിടിച്ചു തള്ളുകയാണ് സുധീഷ്. സുധീഷിന്റെ വേണ്ടാന്ന് പറഞ്ഞ് നികേഷ് അരികിലേക്ക് ഓടി വന്ന് തടയുമ്പോൾ നികേഷിന്റെ കർണമുഖ ചടിക്കുകയാണ് സുധീഷ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ നിങ്ങള് നികേഷിനെ തല്ലിയത്? ആവശ്യമില്ലാതെ ഞങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കരുത്. എല്ലാത്തിനും കാരണം ഇയാളാണെന്ന് പറഞ്ഞ് ഭാസ്കരനെ തല്ലാനായി വരികയാണ് സുധീഷ്. പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ സുധീഷിനെ പിടിച്ചു തള്ളുമ്പോൾ വേണ്ട സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുകയാണ് നികേഷ്. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടായി കാണിക്കുന്നത്? നികേഷിനെ തള്ളി മാറ്റി ഭാസ്കരനെ തല്ലാനായി വരികയാണ് സുധീഷ്. ഇത് കണ്ട് ഹരീഷ് പിടിച്ചു മാറ്റുകയും സുധീഷിനെ തല്ലുകയുമാണ്. സുധീഷും ഹരീഷിനെ തല്ലുന്നു. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷും നികേഷും. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് രാജീവ്. കാറ് ഗേറ്റിന്റെ അരികിൽ നിർത്തിയിട്ടാണ് രാജീവ് അകത്തേക്ക് കയറി വരുന്നത്. ഹരീഷും സുധീഷും കൂടി തമ്മിൽ തെല്ലുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാജീവ്. രാജീവിനെ കണ്ട് ഞെട്ടി, എടാ ഇങ്ങോട്ട് മാറടാ, ദേ സാർ വന്നിരിക്കുന്നുവെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷും സുധീഷും തിരിഞ്ഞ് രാജീവിനെ നോക്കുകയാണ്. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് രാജീവ് പറയുന്നു, എന്റെ ഫോൺ മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാ. സുഭാഷ് ഫോൺ എടുത്ത് രാജീവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സുധീഷിനെ ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് രാജീവ് പറയുന്നു, നന്നായിട്ടുണ്ട്. 5 ആണുങ്ങളും ഇങ്ങനെ ആടി കൂടുന്നതാണോ നിങ്ങളുടെ കുടുംബ മഹിമ? ഇത്രയും നേരവും ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, സർ നിധി പോയതിന്റെ ദേഷ്യത്തില് സുധീഷ് എന്തൊക്കെയോ പറഞ്ഞ് ഹരീഷിനെ തല്ലി. അത് പിന്നെ വലിയ വഴക്കായി മാറി. അപ്പൊ രാജീവ് പറയുകയാണ്, ഇങ്ങനെ ഒരു വീട്ടിൽ എന്റെ മകള് താമസിക്കണമെന്നാ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നന്നായിട്ടുണ്ട്. അങ്ങനെ രാജീവ് കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുന്നു, എല്ലാം ഇയാള് കാരണോ? അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷിനെ തിറങ്ങിക്കൊണ്ട് സുഭാഷ് പറയുന്നു, മിണ്ടാ നിൽക്കടാ, എന്തിനാ ഇങ്ങനെ തമ്മി തല്ലി ചാകുന്നത്? അയാള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛനോടുകൂടിയാ പറഞ്ഞത്. നിധി പോയതിൽ എല്ലാവർക്കും വിഷമാ, അതുകൊണ്ട് നിധി ഇനിയും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണമായിരുന്നു. എന്തിനാ അച്ഛൻ അവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ അയാള് നല്ലവനായി സംസാരിച്ചിട്ട് പോയില്ലേ? ഞാൻ പറയുന്നു അയാള് നല്ലവനല്ല. ഉറപ്പായിട്ടും എന്തോ വലിയൊരു പ്ലാനുമായിട്ടാ നിധിയെ കൂട്ടിക്കൊണ്ടുപോയത്. ഞാനത് നടത്തിക്കില്ല. നിധിയെ ഉറപ്പായും തിരിച്ചു കൊണ്ടുവരും. അവരെ വേണ്ടാന്ന് പറഞ്ഞ് നിധി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും. അവരുടെ കൂടെ നിധിക്ക് താമസിക്കാൻ പറ്റില്ല. അത് നടക്കുന്നത് സുഭാഷ് ഏട്ടൻ കണ്ടോ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് പോവുകയാണ്. സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും വിഷമത്തോടുകൂടി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്